ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചേമഞ്ചേരിയിലെ ഖാദി കേന്ദ്രത്തിന്റെ പുനരുദ്ധാരണത്തിനായിരിക്കും തന്റെ ആദ്യ പരിഗണനയെന്ന് നിയുക്ത കൊയിലാണ്ടി MLA കെ പ്രവീൺ കുമാർ. മെയ് 6, 7 തീയതികളിൽ ദേശീയ ഹോമിയോപ്പതി ദിനാചരണം. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ വേറിട്ട പരിപാടിയുമായി പാട്ടിന്റെ കൂട്ടുകാർ തിരുവനന്തപുരം. കടൽ മാർഗം സഞ്ചരിച്ച് ലോകത്തെ തന്നെ ചലിപ്പിച്ചവരാണ് അറബികളെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ചേമഞ്ചേരിയിലെ ഖാദി കേന്ദ്രത്തിന്റെ പുനരുദ്ധാരണമായിരിക്കും തന്റെ ആദ്യ പരിഗണനയെന്ന് നിയുക്ത MLA കെ പ്രവീൺ കുമാർ. കൊയിലാണ്ടിയിലെ ഉജ്ജ്വല വിജയത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രവീൺ. കൊയിലാണ്ടിയിൽ ആദ്യം ചെയ്യാൻ പോകുന്നത്, അത് ഞാൻ പ്രകടന പത്രികയിൽ പ്രവർത്തിച്ചത്, പക്ഷേ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് കൊയിലാണ്ടിയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഖാദി കേന്ദ്രമുണ്ട്. ചേമഞ്ചേരിയിലെ ഖാദി വെച്ച് തകർന്നു തരിപ്പണമായിരിക്കും, കെട്ടിടമില്ല. ആ തൊഴിലാളികൾ നിങ്ങളൊക്കെ പോയി കാണുന്നതാണ്. 200 രൂപയും 300 രൂപയും വേതനം കിട്ടുന്ന തൊഴിലാളികൾ. അതിന്റെ പുനരുദ്ധാരണത്തിലുള്ള പരിപാടിയാണ് ആദ്യത്തേതാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് പോയി വന്നിട്ട് UDF മീറ്റിംഗ് നടത്തി ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലൂടെയാണ് UDF മിഷൻ 13 എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തെത്തിയതെന്ന് നിയുക്ത MLAയും DCC പ്രസിഡന്റുമായ കെ പ്രവീൺ കുമാർ. UDFന്റെ ബേപ്പൂരിലെ തോൽവി ഗൗരവമായി പരിശോധിക്കും. കോഴിക്കോട് പാർട്ടിയിൽ വിഭാഗീയത ഇല്ലാതാക്കാൻ കഴിഞ്ഞു. ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വികസനം സാധ്യമാക്കും. ടീം കോഴിക്കോടായി UDF MLAമാർ നിലകൊള്ളും. കോഴിക്കോടിന്റെ മന്ത്രിസ്ഥാനത്തിൽ ഉന്നത നേതൃത്വം തീരുമാനമെടുക്കും. മലബാറിനും കോഴിക്കോടിനും ഇനി പരിഗണനയുടെ നാളുകളാണെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുകളിലാളല്ലേ? അല്ല, അൻവറിനെ UDF ചേർത്ത് പിടിക്കും, ഉറപ്പ്. അത് ജില്ലയിലും സംസ്ഥാനത്തും PV അൻവറിനെ UDF ചേർത്ത് തീർച്ചയായും. ഞാൻ പറയാം, ചേർത്ത് പിടിക്കുന്നതിലുണ്ടല്ലോ. ജില്ലയിലെ UDFും ജില്ലയിലെ കോൺഗ്രസും അൻവറെ ചേർത്ത് പിടിക്കും. ആ പരിഗണന അല്ല, എന്തെങ്കിലും ഞാൻ പറയാൻ പാടില്ലെങ്കിലും ചേർത്ത് പിടിക്കും. വിജയത്തിൽ കോഴിക്കോട്ടെ ജനങ്ങൾക്ക് പ്രവീൺ കുമാർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആയുഷ് ഹോമിയോപ്പതി വകുപ്പ്, ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ്, നാഷണൽ ആയുഷ് മിഷൻ എന്നിവ ചേർന്ന് ഹോമിയോപ്പതി ദിനാചരണം നടത്തുന്നു. മെയ് 6, 7 തീയതികളിലാണ് സനാരെ 2026 എന്ന പരിപാടി നടക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു. 6, 7 തീയതികളിൽ 2 ദിവസമായിട്ട് ഒരു മികച്ച ജില്ലാതല ഹോമിയോപ്പതി ദിന പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ 2 ദിവസത്തെ പരിപാടിയിൽ ആദ്യത്തെ ദിവസം നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ആരോഗ്യമേള, 7-ാം തീയതി നമ്മൾ ഹോമിയോ കോളേജിൽ അതിനോടനുബന്ധിച്ചുള്ള ഒരു സയന്റിഫിക് സെമിനാറും മറ്റ് പരിപാടികളൊക്കെ ആയിട്ടുള്ള 2 ദിവസത്തെ പ്രോഗ്രാമുകളാണ് ആസ്വദിച്ചത്. ലോക ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ ഭാഗമായി മെയ് 6 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമഗ്ര ആരോഗ്യമേള നടക്കുമെന്ന് ആയുഷ് മിഷൻ DPM ഡോക്ടർ അനീന P ത്യാഗരാജും DMO ഡോക്ടർ ഹന യാസ്മിൻ വയലിലും പറഞ്ഞു. മെഡിക്കൽ സ്ക്രീനിംഗ്, രക്തപരിശോധന, പൊതുജനങ്ങൾക്ക് ക്വിസ് മത്സരം, കലാപരിപാടികൾ, മെഡിക്കൽ എക്സ്പോ, ഹെൽത്ത് കാർഡ് വിതരണം, ബോധവൽക്കരണ ക്ലാസ് എന്നിവയും നടക്കും. അതിന്റെ ജില്ലാതല പരിപാടിയാണ് നമ്മുടെ മെയ് 6-ാം തീയതി BM സ്കൂൾ, നമ്മുടെ മാനാജറുടെ BM സ്കൂൾ വെച്ച് നടക്കുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മേയറും അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പങ്കെടുക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്കായി നമ്മുടെ ക്വിസ് മത്സരം, അതുപോലെ മെഡിക്കൽ സ്ക്രീനിങ്, അത് തിരഞ്ഞെടുക്കപ്പെടുന്ന 150-200ഓളം പേർക്ക് നമ്മൾ സൗജന്യമായ വിവിധ രക്തപരിശോധനകൾ നടത്തുന്നുണ്ട്. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK നവാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും.
സുസ്ഥിര ആരോഗ്യത്തിന് ഹോമിയോപ്പതി എന്നതാണ് ഈ വർഷത്തെ ആശയമെന്ന് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KR മൻസൂർ അലി പറഞ്ഞു. ദിനാചരണത്തിന്റെ ഭാഗമായി മെയ് 7 രാവിലെ കാരപ്പറമ്പ് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന സയന്റിഫിക് സെമിനാർ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതി ചെയർമാൻ ഡോക്ടർ താരാകേശ്വർ ജെയിൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 2026 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ പാട്ടിന്റെ കൂട്ടുകാർ തിരുവനന്തപുരത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളം പാടുന്നു ദേശത്തിനായി എന്ന പരിപാടി സംഘടിപ്പിക്കും. 10,000 ഗായകർ ഒരുമിച്ച് ദേശഭക്തി ഗാനം അവതരിപ്പിക്കുന്നു എന്നതാണ് പരിപാടിയുടെ പ്രത്യേകത. പാട്ടിന്റെ കൂട്ടുകാർ തിരുവനന്തപുരം സാരഥി നയാസാണ് വേറിട്ട പരിപാടി സ്വാതന്ത്ര്യദിനത്തിൽ സംഘടിപ്പിക്കുന്നത്. മറക്കാനാകാത്ത അനുഭവത്തോടൊപ്പം രാജ്യം മുഴുവനും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്ന പരിപാടിയാകും ഇതെന്ന് സംഘാടകർ പറഞ്ഞു. ദേശഭക്തി സംഗീതത്തിന്റെ ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുവാക്കളിലും പൊതുജനങ്ങളിലും ഐക്യവും ദേശീയ അഭിമാനവും വളർത്തുകയാണ് ലക്ഷ്യമിടുന്നത്. കോഴിക്കോട്ട് പരിപാടി ഏകോപിപ്പിക്കുന്നത് TPM ഹാഷിർ അലി, R ജയന്തകുമാർ തുടങ്ങിയവരാണ്. അഭിമാനിക്കത്തക്കതായ ഈ ഉദ്യമത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് 9446767455 എന്ന നമ്പറിലും ബന്ധപ്പെടാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കടൽ മാർഗം സഞ്ചരിച്ച് ലോകത്തെ തന്നെ ചലിപ്പിച്ചവരാണ് അറബികളെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഷൈഖ് ഇബ്നു ബാസ് അവാർഡ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സാദിഖ് അലി തങ്ങൾ. അറബിക് ലിറ്ററേച്ചർ റിസർച്ച് ഫൗണ്ടേഷൻ വാർഷികം ഉദ്ഘാടനവും അറബിക് പണ്ഡിതൻ P. മുഹിയുദ്ദീൻ മദനിക്ക് ഷൈഖ് ഇബ്നു ബാസ് അവാർഡ് സമർപ്പണവും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഇന്നിപ്പോ അമേരിക്കയും ഒക്കെ തന്നെ വീർപ്പൂട്ടുന്നത് ഒരു ചെറിയൊരു കടലിടുക്കിന്റെ കാര്യത്തിലൂടെയാണ്. അവർക്ക് പോലും ഇത്രയൊക്കെ വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ട്രംപിന് പോലും ഓർമ്സ് കടലിടുക്ക് വലിയൊരു ഇടുക്കായിട്ട് തോന്നുകയാണ്.
സമുദ്ര സഞ്ചാരം അത്ര നിർണായകമാണ് എന്നുള്ളതാണ്. ആ നിർണായകമായ സമുദ്ര ചാലുകളിലൂടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും എത്തിച്ചേർന്നിട്ടുള്ളവരാണ് അറബികൾ എന്നുള്ളത്. ആ അറബികളുടെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യവും അതുപോലെ തന്നെ ആ അറബികൾ ലോകത്തെ തന്നെ ചലിപ്പിച്ചു എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ്. അപ്പൊ അറബ് സമൂഹവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് മലബാറികൾക്ക് നേരത്തെ സാധിച്ചു. പിൻപത്തുത്തിയുടെയൊക്കെ സഞ്ചാരം അതിലൊക്കെ കോഴിക്കോട് വലിയ പ്രാധാന്യമായി കോഴിക്കോടിന് ഉണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചരിത്രഗതികളിലുള്ള സഞ്ചാര കൃതികളിലൂടെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി അധ്യക്ഷത വഹിച്ചു. നിയാസ് പുളിക്കലകത്ത് ഉപഹാരം സമ്മാനിച്ചു. ME കുഞ്ഞാമു പൊന്നാടി അണിയിച്ചു. ഡോക്ടർ ഹുസൈൻ മടവൂർ മുഖ്യപ്രഭാഷണം നടത്തി. TP ചെറൂപ്പ, മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബഷീർ മാഞ്ചേരി, ഫാറൂഖ് കോളേജ് അറബിക് വിഭാഗം മേധാവി ഡോക്ടർ യൂനുസ് സലീം, ജാമിയ നദ്വിയ അറബിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് അലി അൻസാരി, MSS ജനറൽ സെക്രട്ടറി P മുഹമ്മദ് കോയ, ഡോക്ടർ സുൽഫിക്കർ, ആറ്റക്കോയ പള്ളിക്കണ്ടി, റഷീദ് PC പാലം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാജ്യാന്തര ചലച്ചിത്ര മേള മെയ് 6 മുതൽ 10 വരെ ഈസ്റ്റ് ഹിൽ കൃഷ്ണമേനോൻ മ്യൂസിയത്തിലെ 3D തിയേറ്ററിൽ നടക്കും. ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്നും 3 ചിത്രങ്ങൾ ഉൾപ്പെടെ 9 ചിത്രങ്ങൾ മത്സരിക്കും. 1 ലക്ഷം രൂപയാണ് അവാർഡ് തുകയെന്ന് സംഘാടകർ പറഞ്ഞു. നിപിൻ നാരായണൻ സംവിധാനം ചെയ്ത കാത്തിരിപ്പ്, KP ശ്രീകൃഷ്ണന്റെ റോക്ക്, ഷിഹാബ് ഓങ്ങല്ലൂരിന്റെ റിക്കാർഡ് ഡാൻസ് എന്നിവയാണ് മലയാളത്തിൽ നിന്നുള്ള മത്സര വിഭാഗം ചിത്രങ്ങൾ. ഇക്വഡോർ, നൈജീരിയ, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 സിനിമകളും ഇന്ത്യൻ ഭാഷകളിലെ 3 സിനിമകളുമാണ് മത്സര വിഭാഗത്തിലെ മറ്റ് ചിത്രങ്ങളെന്ന് രാമദാസ് കടവല്ലൂർ പറഞ്ഞു. 2ാം ദിവസമാണ് ഉദ്ഘാടനം. അതായത് 7ാം തീയതിയാണ്. 7ാം തീയതി വൈകുന്നേരം 6 മണിക്കാണ് ഉദ്ഘാടനം. സ്പാനിഷ് ഡയറക്ടറാണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. സമാപന സമ്മേളനത്തിൽ ഫിലിം ക്രിട്ടിക്കായിട്ടുള്ള PK സുരേന്ദ്രനും അതുപോലെ ആശാജി ജോസഫും. ആശാജി ജോസഫിന്റെ പരമ എന്ന് പറഞ്ഞ മലയാള സിനിമയാണ് സമാപന സിനിമ. കാർലോസ് അലാസ്ട്രോയുടെ സ്പാനിഷ് സിനിമ ആൻ ഔട്ട് ഓഫ് ദി കാമൻ ആണ് ഉദ്ഘാടന ചിത്രം. ലോകത്താദ്യമായാണ് ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നത്. അച്ചി ജോസഫിന്റെ പലമാണ് സമാപന ചിത്രം. 6 രാവിലെ 9 മണി മുതൽ സിനിമകളുടെ പ്രദർശനം ആരംഭിക്കും. വൈകിട്ട് 6:30 ഉദ്ഘാടന ചിത്രം പ്രദർശിപ്പിക്കും. 7 വൈകിട്ട് 6:30 ഉദ്ഘാടന ചടങ്ങ്. ഫെസ്റ്റിവലിന്റെ ലോക സിനിമാ വിഭാഗങ്ങളിൽ 5 സിനിമകളും ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ 6 സിനിമകളും മലയാളം സിനിമാ വിഭാഗത്തിൽ 17 സിനിമകളും പ്രദർശിപ്പിക്കും. ആകെ 30 സിനിമകളാണ് പ്രദർശനത്തിൽ ഉണ്ടാകുക. ഓരോ സിനിമകൾക്ക് ശേഷവും സംവിധായകരുമായുള്ള മുഖാമുഖവും വൈകിട്ട് 6 മീറ്റ് ദി ഡയറക്ടർ പരിപാടിയും നടക്കും. ഡെലിഗേറ്റ് ഫീ 700 രൂപയാണ്. വിദ്യാർത്ഥികൾക്ക് 400 രൂപ. രജിസ്ട്രേഷന് 9895286711 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. സ്പോട്ട് രജിസ്ട്രേഷനും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള മാപ്പിളകല അക്കാദമി കേന്ദ്ര കമ്മിറ്റി 42ാം വാർഷികം മെയ് 14, 15 തീയതികളിൽ എളേറ്റിൽ നടക്കും. ഇതോടൊപ്പം എളേറ്റിൽ ന്യൂസ് 20 ചാനലിന്റെ 22ാം വാർഷികവും നടക്കും. എളേറ്റിൽ കാഞ്ഞിരമുക്കിലാണ് പരിപാടികൾ നടക്കുക. കേരള മാപ്പിളകല അക്കാദമി കേന്ദ്ര കമ്മിറ്റിയുടെ 42ാം വാർഷികാഘോഷം. ന്യൂസ് 20 ചാനൽ എളേറ്റിൽ 22ാം വാർഷികാഘോഷം. കൂടാതെ ആദം നടിയനാടിൻ്റെ 2ാം അനുസ്മരണ പരിപാടി മെയ് 14, 15 തീയതികളിൽ പട്ടേരി കാഞ്ഞിരമുക്ക് എടേറ്റിൽ വെച്ച് നടത്തുകയാണ്. വിപുലമായ പരിപാടിയാണ്. മത്സരങ്ങളുണ്ട്, സിംപോസിയങ്ങളുണ്ട്, കൂടാതെ വിശകലനമുണ്ട്, വിധി നിർണയക്കാരുടെ സമ്മേളനമുണ്ട്, പരിശീലകരുടെ സമ്മേളനമുണ്ട്. എല്ലാം ഓൺലൈനിലാണ്. കൂടാതെ നമ്മുടെ 15ാം തീയതിത്തെ പരിപാടി 2 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. ഇൻഷാ അല്ലാഹ് ആദരിക്കലും പ്രമുഖരെ വെച്ചുള്ള ഗാനമേളയും ഇവിടെ അരങ്ങേറുന്നതാണ്. വാർഷികാഘോഷ പരിപാടികളിൽ പ്രസിദ്ധ ഒപ്പന പരിശീലകൻ ആദം നടിയനാടിനെ ആദരിക്കും. അഖില കേരള മാപ്പിളപ്പാട്ട് മത്സരം നടത്തും. കലാരംഗത്തെ പ്രമുഖരായ പക്കർ പന്നൂർ, ഫൈസൽ ലൈറ്റിൽ, സഫറുള്ള കൂളിമാട്, അബ്ദു ചെറൂപ്പ, ഫസൽ കൊടുവള്ളി, ഖാദർ ഹാജി കണ്ണൂർ, സലാം, ഇന്ദി മാവൂർ, ബദറുദ്ദീൻ പാറന്നൂർ, നസീർ പാനൂർ, ഹനീഫ കണ്ണൂർ, സഹീർ,
വടകര, ഇന്ദിര ജോയ്, റഹീന കൊളത്ര തുടങ്ങിയവരും ആദരം ഏറ്റുവാങ്ങും. മാപ്പിളപ്പാട്ട് രചന, പരിശീലന, വിധി നിർണയ, സംഗീത അവതരണ ക്ലാസുകൾ കേരളത്തിലെ പ്രമുഖ കലാകാരന്മാർ നയിക്കും. തനത് മാപ്പിളപ്പാട്ട്, ജനറൽ മാപ്പിളപ്പാട്ട്, ഭക്തിഗാനം, മദഹ് ഗാനം, സിനിമയിലെ മാപ്പിളപ്പാട്ട് എന്നിവയിൽ ഓൺലൈനിലും മത്സരങ്ങൾ നടക്കും. പക്കർപന്നൂർ, CK ആലിക്കുട്ടി, TP അബ്ദുള്ള ചെറുവാടി എന്നിവരാണ് വിധി നിർണയം നടത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ കേരള മാപ്പിളകലാ അക്കാദമി ദേശീയ ജനറൽ സെക്രട്ടറി KK കുന്നമംഗലം, CK ആലിക്കുട്ടി, എളൈറ്റിൽ ന്യൂസ് 20 ചാനൽ ഡയറക്ടർ സുബൈർ കാഞ്ഞിരമുക്ക്, TP അബ്ദുള്ള ചെറുവാടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മൃഗ ഡോക്ടർ KG പ്രവീണിന് കളാണ്ടിത്താഴം പ്രദേശത്തെ മൃഗസ്നേഹികൾ യാത്രയയപ്പ് നൽകി. ചടങ്ങ് നോവലിസ്റ്റ് ഡോക്ടർ CK ഷാജിബ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ പ്രവീണിന് ആദര പത്രിക നൽകി പൊന്നാടയും അണിയിച്ചു. കാളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥശാലയിലെ CP അബൂബക്കർ ഹാജി സെന്റർ ഫോർ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ആൻഡ് അഗ്രികൾച്ചറിൽ 2019 മുതൽ സേവനം നൽകി വന്ന മൃഗ ഡോക്ടർ KG പ്രവീണിന് പ്രദേശത്തെ മൃഗസംരക്ഷകർ യാത്രയയപ്പ് നൽകി. 28 വർഷത്തെ സർക്കാർ സേവനം പൂർത്തിയാക്കി 2026 ഏപ്രിൽ 30 സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർ പ്രവീണിന് ആദര പത്രിക നൽകി എരുമേലി പരമേശ്വരൻ പിള്ള സാഹിത്യ പുരസ്കാര ജേതാവ് നോവലിസ്റ്റ് ഡോക്ടർ CK ഷാജിബ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CP ആയിഷ ബി പൊന്നാട ചാർത്തി. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുരസ്കാര നോവൽ സൂര്യൻ അസ്തമിക്കാത്ത മനുഷ്യന്റെ 3ാം പതിപ്പ് ദർശനം രക്ഷാധികാരി സൽമി സത്യാർത്ഥി ഡോക്ടർ ഷാജിബിൽ നിന്ന് ഏറ്റുവാങ്ങി. രക്ഷാധികാരി അംഗത്വ രേഖകൾ ഡോക്ടർ ഷാജിബ് 30ാം വാർഷിക സംഘാടക സമിതി ജനറൽ കൺവീനർ കൊല്ലറക്കൽ സതീശന് കൈമാറി. MN സത്യാർത്ഥി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് P സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. തിരുനെല്ലൂർ കരുണാകരന്റെ പ്രസിദ്ധമായ മേദിന ഗാനം ഉണ്ണികൃഷ്ണൻ അലനല്ലൂർ ആലപിച്ചു. എഴുത്തുകാരി ശ്രീലത രാധാകൃഷ്ണൻ ആശംസ നേർന്നു. മലയാളം ഭാഷാ പഠനം മികവുറ്റതാക്കാൻ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ആവിഷ്കരിച്ച വർണ്ണകൂടാരം 2ന്റെ ഭാഗമായി ദർശനത്തിൽ സംഘടിപ്പിക്കുന്ന ദശദിന ക്യാമ്പ് വള്ളിയും പുള്ളിയും സംബന്ധിച്ച് പ്രവർത്തക സമിതി അംഗം ആബിദ പള്ളിത്താഴ് വിശദീകരിച്ചു. ഡോക്ടർ പ്രവീൺ മറുപടി പ്രസംഗം നടത്തി. ദർശനം പ്രോഗ്രാം കോർഡിനേറ്റർ MA ജോൺസൺ സ്വാഗതവും ദർശനം സെക്രട്ടറി TK സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അലൂമിനിയം ഡീലേഴ്സ് ഫോറം 6ാമത് സംസ്ഥാന സമ്മേളനവും എക്സ്പോയും കോഴിക്കോട്ട് നടന്നു. മേയർ O സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായാണ് പരിപാടികൾ നടന്നത്. സംസ്ഥാനത്തെ അലൂമിനിയം വ്യാപാര മേഖലയിലെ ഏക സംഘടനയായ അലൂമിനിയം ഡീലേഴ്സ് ഫോറത്തിന്റെ 3 ദിവസങ്ങളിലായി നടക്കുന്ന 6ാമത് സംസ്ഥാന സമ്മേളനവും എക്സ്പോയുമാണ് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ആരംഭിച്ചത്. ADF സംസ്ഥാന പ്രസിഡന്റ് സജൽ മുഹമ്മദ് പതാക ഉയർത്തി ചടങ്ങുകൾക്ക് തുടക്കമിട്ടു. കോർപ്പറേഷൻ മേയർ O സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ടെക്നോളജിയുടെ ഉപയോഗം, അത് വരാനിരിക്കുന്ന കാലത്തിന്റെ പുതിയ സാധ്യതകൾ, ഇതെല്ലാം നല്ലതുപോലെ നമ്മുടെ നാടിന് ഈ തൊഴിൽ മേഖലക്കകത്ത് എല്ലാം പ്രയോജനപ്പെടുന്ന വിധത്തിൽ കൂടുതൽ മുന്നേറാനുള്ള ലോക സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഈ കോൺഫറൻസിന്റെ മുഖ്യമായ ഉദ്ദേശമാണ്. തീർച്ചയായും കോഴിക്കോട് അങ്ങനെ ഒരു വേദി ഒരുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നു. ADF സംസ്ഥാന പ്രസിഡന്റ് സജൽ മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മധുബൻ എബ്രഹാം,
ട്രഷറർ ബൈജു കെ തോമസ്, പ്രോഗ്രാം ചെയർമാൻ എ ബഷീർ, കൺവീനർ കെ ടി ഫൈസൽ തുടങ്ങിയവർ സന്നിഹിതരായി. തുടർന്ന് ജിഫാബ് അലൂമിനിയം മാനേജിംഗ് ഡയറക്ടർ ഗണേഷ് ജിഫാബ് നേതൃത്വത്തിൽ ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി. ADF പുതിയ സംസ്ഥാന കൗൺസിൽ മീറ്റ്, ബിസിനസ് ട്രെയിനിംഗ് പ്രോഗ്രാം, സംസ്ഥാന ജനറൽ അസംബ്ലി, സെമിനാർ, ആദരിക്കൽ, സമാപന ദിവസം, ഷഹബാസ് അമൻ നയിക്കുന്ന സംഗീത വിരുന്ന് തുടങ്ങിയ പരിപാടികളും നടക്കും. ഇന്ത്യയിലെ മുൻനിര അലൂമിനിയം ഉൽപാദകരും വിതരണക്കാരും സ്ഥാപനങ്ങളും പങ്കെടുക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പോയും സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേമഞ്ചേരിയിലെ ഖാദി കേന്ദ്രത്തിന്റെ പുനരുദ്ധാരണത്തിനായിരിക്കും തന്റെ ആദ്യ പരിഗണനയെന്ന് നിയുക്ത കൊയിലാണ്ടി MLA കെ പ്രവീൺ കുമാർ. മെയ് 6, 7 തീയതികളിൽ ദേശീയ ഹോമിയോപ്പതി ദിനാചരണം. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ വേറിട്ട പരിപാടിയുമായി പാട്ടിന്റെ കൂട്ടുകാർ തിരുവനന്തപുരം. കടൽ മാർഗം സഞ്ചരിച്ച് ലോകത്തെ തന്നെ ചലിപ്പിച്ചവരാണ് അറബികളെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.